എൻഡിഎ ഘടകകക്ഷികളുടെ ആവശ്യങ്ങളിൽ ഡൽഹിയിൽ ചർച്ച തുടരും. മോദി തന്നെ നേതാവെന്ന് പ്രഖ്യാപനമെങ്കിലും സർക്കാർ രൂപീകരണത്തിന് നേതാക്കൾ ആവശ്യമുന്നയിക്കാൻ രാഷ്ട്രപതിയെ കാണുന്നത് മറ്റന്നാളാണ്. മുതിർന്ന നേതാക്കളെ ചന്ദ്രബാബു നായിഡുവായും നിതീഷ് കുമാറുമായും ചർച്ച നടത്താൻ ബിജെപി നിയോഗിച്ചിട്ടുണ്ട്. ജൂൺ 7-ന് എൻഡിഎ എംപിമാരുടെ യോഗം ഡൽഹിയിൽ ചേരും. എൻഡിഎ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിൽ ധാരണയായിരിക്കുന്നു. പക്ഷേ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ, സഖ്യകക്ഷികളിൽ ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, ഒരു ധാരണ എത്തിയിട്ടില്ല. എല്ലാ എംപിമാരെയും ഡൽഹിയിൽ അണിനിരത്തിക്കൊണ്ടൊരു ശക്തി പ്രകടനത്തിന് തന്നെ എൻഡിഎ സഖ്യം കടക്കുകയാണ്. നിലവിൽ ശിവസേന ഷിൻഡെ പക്ഷം എൻഡിഎ പിന്തുണയ്ക്കുന്നു എന്നുള്ള കത്ത് ബിജെപിക്ക് കൈമാറിയിരിക്കുന്നു. അണിനിരത്തുക ഈ പിന്തുണക്കത്ത് നൽകി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നത്. പിന്നാലെ ജൂൺ 8-ാം തീയതി തന്നെ പുതിയ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേൽക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് ഡൽഹിയിൽ ചേർന്ന എൻഡിഎ യോഗത്തിൽ നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും അവരുടെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ബിജെപി അടക്കം 16 പാർട്ടികളുടെ പിന്തുണയാണ്, അല്ലെങ്കിൽ പാർട്ടികളാണ് എൻഡിഎയിലുള്ളത്. അതുകൂടാതെ ശിരോമണി അകാലി ദൾ ഉൾപ്പെടെ 3 എംപിമാരുള്ള പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. 7 സ്വതന്ത്രരുടെയും പിന്തുണ ബിജെപിക്കും എൻഡിഎക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 300-ലധികം സീറ്റുകൾ ഇതിനോടകം ബിജെപിക്ക് വന്നിരിക്കുന്നു. കിങ് മേക്കേഴ്സ് എന്ന് പറയുന്ന 2 പേർ, നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും, അവരുന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ TDP 5 കേന്ദ്രമന്ത്രി സ്ഥാനം, 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, 2 സഹമന്ത്രിമാർ, സ്പീക്കർ സ്ഥാനം, ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. JDUയും ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞത് 2 ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം, അതുപോലെ തന്നെ 2 സഹമന്ത്രിമാർ. അവിടെ ചിരാഗ് പാസ്വാനും ആവശ്യപ്പെട്ടിരിക്കുന്നു റെയിൽവേ മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ജിതിൻ റാം മാഞ്ചി അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനം വേണമെന്നുള്ള കാര്യം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടികളുമായി ചർച്ച നടത്താൻ വേണ്ടി ബിജെപി സാക്ഷാൽ പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിനെയും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റന്നാളാണ് അടുത്ത യോഗം. അതിന് മുന്നായി തന്നെ ഈ സഖ്യ കക്ഷികളിലെ നേതാക്കളുമായി ചർച്ച നടത്തും, അവരുടെ ആവശ്യങ്ങൾ പരിശോധിക്കും, അതിലൊരു ധാരണയിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിനുശേഷം തന്നെയായിരിക്കും മന്ത്രിസഭാ രൂപീകരണവും അതുപോലെ തന്നെ സർക്കാർ രൂപീകരണവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ നിലവിൽ TDP ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ 16 എംപിമാരെയും ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ജൂൺ 7-നാണ് അവരുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും. ഒപ്പം തന്നെ BJP മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെയും ഡൽഹിയിലേക്ക് അടിയന്തിരമായി വിളിപ്പിച്ചിരിക്കുന്നു. ചർച്ചകൾ നടത്താനാണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ നൽകാനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഓരോ സംസ്ഥാനത്തെയും ചർച്ചകൾ മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസ്ഥാനങ്ങളിൽ ആരൊക്കെ വരുമെന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജൂൺ 8-ന് തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കും, സത്യപ്രതിജ്ഞ ചെയ്യും.